നമസ്കാരം. നിഫ്റ്റി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻ സെല്ലിംഗ് ഇൻട്രാഡേ സ്ട്രാറ്റജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ വീഡിയോസാണിത്. ഇതിനു മുമ്പ് 2 സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണണം. അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടന്റിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻ സ്ട്രാങ്കിൾ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. സ്ട്രാങ്കിൾ എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷനെ പുട്ട് ഓപ്ഷനെയും സെല്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്രൈറ്റീരിയാസ് നമുക്ക് നോക്കാം. നമ്പർ 1 എന്ന് വെച്ചാൽ നേരെ നമുക്ക് വീഡിയോസ് പോകാം. ഫസ്റ്റത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 9:30ക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അത് മീൻസ് 9:30ക്ക് ശേഷം. അതുപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നു. 2:30 ബിഫോർ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. 2:30ക്ക് ശേഷം പോകരുത്, കാരണം മാർക്കറ്റ് വോളറ്റിലിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ 9:15 മുതൽ 9:30 വരെ മാർക്കറ്റ് വോളറ്റിലിറ്റി കൂടുതലായിരിക്കും. നമുക്ക് ഈ ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വോളറ്റാലിറ്റി അത്ര നല്ലതല്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടൈം ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, നമ്മൾ 9:30ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിൻ്റെ ഓപ്ഷൻ ചെയിൻ എടുക്കുക. NSEൻ്റെ വെബ്സൈറ്റ് പോകുക, ഓപ്ഷൻ ചെയിൻ എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത് ഇപ്പോൾ എക്സ്പയറി എന്ന് പറയുന്നത് ഇപ്പോൾ 24 ഡിസംബർ 2024 ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. വെച്ചാൽ ഇനി മുതൽ ബാങ്ക് നിഫ്റ്റിക്ക് മന്ത്ലി എക്സ്പയറി ഉണ്ടാവുള്ളൂ. നിഫ്റ്റി മറ്റുള്ള എക്സ്പയറികളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ റൂളാണ്. ബാങ്ക് നിഫ്റ്റിക്ക് ഇനി ഒറ്റ എക്സ്പയറി ഉണ്ടാവുള്ളൂ, മന്ത്ലി എക്സ്പയറി. അപ്പോൾ ഇനി നമുക്ക് ആദ്യം NSEയിൽ പോയിട്ട് ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ആക്കുക. ദെൻ ഫസ്റ്റത്തെ കണ്ടീഷൻ ATM സ്ട്രൈക്ക് ഏതാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇതിനകത്ത് ATM സ്ട്രൈക്ക് എടുക്കാം. 52,400 രൂപയാണ് നമ്മുടെ ATM സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 52,400 രൂപയുടെ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും പ്രീമിയം എടുക്കുക. ഇപ്പോൾ കണ്ട 912 രൂപയാണ്. 912 ഇവിടെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം. നമുക്ക് പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം വരുന്നത് 695 രൂപയാണ്. പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം വരുന്നത് 695 രൂപയാണ്. സോ ഇതിനകത്ത് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ 900 എന്ന് പിടിച്ചോളൂ. ഈ ATM വിഡ്ത്തിൻ്റെ ബേസിലാണ്. അതായത് 912 പോയിൻ്റ് ഔട്ട് ഓഫ് ദി മണി, 900 പോയിൻ്റ് ഔട്ട് ഓഫ് ദി മണിയിലുള്ളൊരു കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുന്നു. ഇവിടെ 900 അല്ലേ, ഇവിടുത്തെ 52,400 രൂപയാണ് ഇപ്പോഴത്തെ സ്ട്രൈക്ക് പ്രൈസ്. അതേ പ്ലസ് 900 എന്ന് പറഞ്ഞാൽ 53,300 രൂപ വരും. അപ്പം 53,300 രൂപയുടെ 465 രൂപ പ്രീമിയം ഉള്ള ഒരു കോൾ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ 695 ഇതിൻ്റെ വാല്യൂ കാണുന്നത്. അപ്പോൾ 700 രൂപ പിടിച്ചോളൂ. ഇപ്പോൾ 700 രൂപ 52,400 നിന്ന് 700 പോയാൽ എത്ര ഉണ്ടാവും? 51,700 രൂപ ഉണ്ടാവും. 51,700ൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ അതുപോലെ തന്നെ സെല്ല് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നല്ലൊരു വൈഡ് റേഞ്ച് നമുക്ക് കിട്ടും. അതായത് ATM വിഡ്ത്താണ് നമ്മളെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനിൽ ATM എടുക്കുക, അതിൻ്റെ പ്രീമിയം നോക്കുക, പ്രീമിയത്തിൻ്റെ വിഡ്ത്ത് എത്രയാണുള്ളൂ അത്രയും വിഡ്ത്തിലുള്ള ഔട്ട് ഓഫ് ദ മണിയുള്ള ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓപ്പൺ ചെയ്യുക, ഓപ്ഷൻ ചെയിൻ എടുക്കുക, ഓപ്പൺ ചെയ്യുക, ATM വിഡ്ത്ത് നോക്കുക, അതായത് ATMൻ്റെ വാല്യൂ നോക്കുക, പ്രീമിയം നോക്കുക, അത്രയും പ്രീമിയത്തിൻ്റെ അകലെയുള്ള ഔട്ട് ഓഫ് ദി മണിയിലുള്ളൊരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു. പരിപാടി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഇതിന് എത്രയാണോ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് വെച്ചാൽ 100% സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. വൺസ് ഏതെങ്കിലും ഒരു കോൾ സൈഡോ പുട്ട് സൈഡോ ഹിറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മറ്റേ ലെഗ് എടുത്തിട്ട്, അതിപ്പോൾ കോൾ ഓപ്ഷൻ ഹിറ്റായി കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ട്രയൽ ചെയ്യുക. നിങ്ങൾക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ട്രയൽ ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഫോർ എക്സാമ്പിൾ 400 വെച്ചേക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ്, നമ്മുടെ ATM പ്രൈസിൻ്റെ എത്രയാണോ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത് അത് 0 കൊണ്ടുവരിക. സ്റ്റോപ്പ് ലോസ് മീൻസ് കോസ്റ്റ് ടു കോസ്റ്റ് ആക്കുകയെന്ന് വെച്ചാൽ 0 ആക്കുക സ്റ്റോപ്പ് ലോസ്. ഒരു ലെഗ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെഗ് എന്ത് ചെയ്യുക, 0 ഫിക്സ് ചെയ്യുക സ്റ്റോപ്പ് ലോസ്. അതായത് മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഒരു ലെഗിലെ ലോസ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നതാണ് കണ്ടീഷൻ. പിന്നെ 2:30ക്ക് എക്സിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ.
നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനൊക്കെയാണ് നമ്മുടെ മോട്ടിവേഷൻ. അപ്പോൾ എനിവേ സൈനിങ് ഓഫ് ഹിയർ. പ്ലീസ് സബ്സ്ക്രൈബ്.